വി.എസ്. അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ നിലമ്പൂരിൽ സർവകക്ഷി യോഗം അനുശോചന യോഗവും മൗനജാഥയും നടത്തി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ യോഗം കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. സമര പോരാട്ടങ്ങളിലൂടെ കേരളത്തെ നയിച്ച നേതാവായിരുന്നുവെന്നും വ്യക്തിബന്ധങ്ങൾ നോക്കാതെ അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞ നേതാവായിരുന്നു അച്യുതാനന്ദനെന്നും എം.എൽ.എ പറഞ്ഞു. താൻ ഉയർത്തിയ ജനകീയ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യം കാണിച്ച നേതാവായിരുന്നു വി.എസ്. അച്യുതാനന്ദനെന്നും ആര്യടൻ ഷൗക്കത്ത് എം.എൽ.എ പറഞ്ഞു. യൗവനം 17 വയസ്സ് മുതൽ വി.എസിന്റെ മുഴുവൻ ജീവിതവും ഈ സമര പോരാട്ടത്തിന് വേണ്ടി നീക്കിവെച്ചു. പലപ്പോഴും പാർട്ടികളിലൊക്കെ കാണുന്നത് ഒരു സമര പോരാട്ടത്തിലൂടെ വളർന്നു വന്ന ഒരു ജനനായകന് അധികാരത്തിലെത്തുമ്പോൾ പൂർണ്ണമായും ഭരണാധികാരിയായി മാത്രം മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവും. പക്ഷേ വി.എസ്. അതിൽ നിന്നും വ്യതിരിക്തനായി. വി.എസ്. മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും വി.എസ്. സമര പോരാളിയായിരുന്നു എന്നതാണ് ഞാൻ. അത് ക്യാബിനറ്റിലാണെങ്കിലും പാർട്ടിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ബ്യൂറോക്രാറ്റ്സിനോടുള്ള സമീപനത്തിലാണെങ്കിലും ഒക്കെ പിന്നെ അപ്രിയമായ കാര്യങ്ങൾ, വ്യക്തിപരമായ സൗഹാർദ്ദങ്ങളൊന്നും നോക്കാതെ വി.എസ്. അത് വിളിച്ചു പറയാനുള്ള ഒരു കരുത്തും തന്റെയിടവും വി.എസ്. കാണിച്ചിരുന്നു എന്നത് അത് എല്ലാവരുമായി സമരസപ്പെടുന്ന ഒരു രീതിയല്ല വി.എസ്. CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ. മോഹൻ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടമൽ സലീം, പാലോളി മെഹബൂബ്, CPM ജില്ലാ കമ്മിറ്റി അംഗം ഇ. പത്മാക്ഷൻ, NCPS നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ്, CPI നേതാവ് രാജഗോപാൽ, നിലമ്പൂർ കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയാക്ന തോപ്പിൽ, INL പ്രതിനിധി PV ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ.